കുഞ്ഞുമോളെ. ആരാ? കാട്ടിലൂടെ നടക്കും കുഞ്ഞെ, പാട്ടുപാടി നടക്കും പെണ്ണെ, ആരെ തേടി നടക്കുന്നു, ആരെ കാണാൻ പോകുന്നു? കാട്ടിലുണ്ടൊരു മുത്തശ്ശി, കഥകൾ ചൊല്ലും മുത്തശ്ശി, കൂട്ടുകൂടാൻ പോകുന്നു, കൂടെ കൂട്ടിനു പോരാമോ? നന്നായി നന്നായി. മോളുടെ പേരെന്താ? എന്റെ പേര് ആയിഷ. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്, അവിടെയാ മുത്തശ്ശി. ഓ, പൂമ്പാറ്റ പെണ്ണിന്റെ മുത്തശ്ശിയോ? മുത്തശ്ശിയെ കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോകുന്ന വഴിയിൽ കാട്ടുമൃഗങ്ങളും പല ആപത്തുകളും ഉണ്ടാകും. നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? സൂക്ഷിക്കണം, ഇവൾ അപകടകാരിയായിരിക്കും. ഇവൾ എന്തിനിവിടെ വന്നോന്നറിയാൻ നമുക്ക് ഇവളുടെ പിന്നാലെ പോയി നോക്കാം. കാര്യം ശരിയാ, പക്ഷേ അവൾ എന്തിനാണ് വന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. അല്ല, നമുക്കറിയില്ലല്ലോ. ഒരു പക്ഷേയുമില്ല. കാട് നമ്മുടെ വീടാണ്. ആരെയും നമ്മുടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ അനുവദിക്കരുത്. നാട്ടിലുള്ളവർ കാട്ടിൽ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. Come on, follow me. അയ്യോ ഹോ, എന്തൊരു ആറ്റം! ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും. സൂക്ഷിച്ച് അതിന്റെ തലമുണ്ടയ്ക്ക് തന്നെ കൊല്ലണം. ചുണ്ട, അവൾ രക്ഷപ്പെട്ടു. വേഗം വാ, അവൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ആ മരത്തിന് പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. പുതിയ കാഴ്ച കാണിച്ചു തരാൻ. ഒരു പെൺകുട്ടിയല്ലേ അത്? വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. അവൾ നടന്നേ കാട് കയറിയതായിരിക്കും. ശരിയാ, ലവണമാരൊക്കെ കാട് കയറുന്നത് കരുതണം. അവർ നമ്മെ പിടിച്ചുകൊണ്ടുപോയി സൂപ്പുണ്ടാക്കും. നോ സ്മോക്കിംഗ്. അനക്കമൊന്നും കാണുന്നില്ല. വാ പോയി നോക്കാം. ഇനിയുള്ള ഓരോ കാലടിയും സൂക്ഷിച്ചു വേണം. അവളെ ഞാൻ ഇന്ന്... അയ്യോ, എങ്ങോട്ടായി പൊങ്ങി പോകുന്നത്? പാതാളത്തിലേക്കോ? ഞാൻ പൊങ്ങിയതല്ല, ആരോ പൊക്കിയതാ. ഞാൻ പൊങ്ങിയതല്ല, ആരോ പൊക്കിയതാ. അവളുടെ കഥ ഇന്നത്തോടു കൂടി. ഇനി വൈകണ്ട, ഒരു അമ്പടി തുന്നം പിടിച്ചോ.
ഈച്ചയെ ഞാൻ ശരിയാക്കി തരാം. നീ നിന്റെ പണി നോക്കിക്കോ. എപ്പടി? ചുണ്ടാ ചാടിക്കോ. ഹോഗയാ, എല്ലാം തീർന്നു. ഓടിക്കോടാ. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ച് നമ്മളെ ഇത്തിരി കുഴയ്ക്കും. അവളുടെ കയ്യും കാലും കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. അയ്യോ, ഞാൻ ഒറ്റക്ക് പോവില്ല, നീയും വാ. ധിക്കാരം പറയുന്നോ? അതിന് ഞാനൊന്നും ചൊല്ലില്ലല്ലോ. എന്റെ ദൈവമേ, ഇന്നാകെ പുലിവാലാണല്ലോ. പുലിയോ? എവിടെ? പുലി മാങ്ങാത്തൊലി അല്ല പിന്നെ. വാഹനം ഓടിക്കാതെ അതാ ആ പാറപ്പുറത്ത് കയറി ആരെങ്കിലും നമ്മുടെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്ക്. ഹേയ്, ഇവിടെ എങ്ങും ഒരു ആനത്തനെയും ഇല്ല, ഒരുത്തന്റെയും പൊടി പോലും കാണാനില്ല. നല്ല പഞ്ഞി പോലത്തെ പാറ. ഇതനങ്ങാ പാറയല്ല, ആനപ്പാറയാ. അമ്മേ, ഹോഗയാ. ഇവർ വിമാനത്തിൽ നിന്ന് വീണതാണോ? ഹോഗയ, എല്ലാം തീർന്നടേ. എന്തെങ്കിലും ബുദ്ധി ഇറക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കടുവാച്ചേട്ടന് വളരെ അത്യാവശ്യമായി ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാ. ഈറ്റ് ചെയ്യാനോ? അല്ലല്ല, ഒന്ന് കാണാൻ വന്നതാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ. കാട്ടിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അവൾ കടുവാച്ചേട്ടനെ പിടിച്ചുകൊണ്ട് പോവാൻ വന്നതാണെന്നോ മറ്റോ പറയുന്നത് കേട്ടു. എന്നെ പിടിച്ചിട്ട് എന്ത് കാര്യം? കടുവയുടെ തോൽവിക്കാൽ നല്ല വില കിട്ടുമെന്ന് അവൾ ആ കാട്ടാളന്മാരോട് പറയുന്നത് കേട്ടു. ഞാനും കേട്ടു. നീയും കേട്ടോ? കേട്ടുട്ടു. സത്യം. കേട്ടോ കേട്ടാ? കേട്ടോ ചേട്ടാ? എല്ലാവരും കേട്ടു. കടുവയെ പിടിക്കാൻ കിടുവയോ? എവിടെയാവൾ? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാലും ഞങ്ങൾ കാണിച്ചു തരാം. അല്ല ചേട്ടാ, കടുവാതോലിനിപ്പം എന്നാ വില കിട്ടും? സൈലൻസ്, സൈലൻസ്. നോ സ്മോക്കിംഗ്. ദാ അവരതാ. അവൾ എവിടെ? എവൾ? അവൾ എന്റെ തോലെടുക്കാൻ വന്നവൾ. ഓ, അവളോ? ശരിയാണല്ലോ. അവൾ എവിടെ? സത്യം പറ. എന്റെ പൊന്നു കടുവ ചേട്ടാ, സത്യമായിട്ടും ഞങ്ങൾ സത്യമാ പറയുന്നത്. നുണ പറയാൻ ഞങ്ങൾക്കറിയില്ല. സത്യം. നിങ്ങൾ കള്ളമല്ലേ പറഞ്ഞത്? സത്യം പറ. ആഹാ, ഇന്നാ പിടിച്ചോ. കാര്യം തീർന്നു. ഇതെന്താ കുറുക്കം മഴയോ? നിങ്ങൾ സ്വർഗത്തിൽ നിന്നും നേരിട്ട് വന്നതാണോ? ചേട്ടാ നമസ്കാരം. ഞങ്ങൾ വളരെ അത്യാവശ്യമായി ഒരു കാര്യം പറയാൻ വന്നതാണേ. ഞങ്ങളെ വിശ്വസിക്കണം. സത്യമായിട്ടും ഞങ്ങൾ പറയുന്നത് സത്യമാണ്. സത്യം. നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് രാത്രി പിടിച്ചുകൊണ്ടുപോകാൻ ഒരു കടുവ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തട്ടും. ഞാൻ എല്ലാത്തിനെയും തട്ടും. അയ്യോ, ചതിക്കല്ലേ. ഞങ്ങൾ സത്യമായിട്ടൊരു സത്യം പറഞ്ഞതാ. ഒരു പീക്കിരി കടുവ ഞങ്ങളെ തട്ടാണോ? അവൻ പീക്കിരി ഒന്നുമല്ല, മഹാപോക്കിരിയാ. ഇത് കണ്ടോ? അമ്പ്, വില്ല്, കുന്തം. കുന്തം ഇതുകൊണ്ട് എന്താ ചെയ്യാനാ?
ഇതുള്ളിടത്തോളം കാലം ഞങ്ങളെ ഒരുത്തനും തൊടില്ല. കടുവ ഞങ്ങളെ തട്ടുന്നതിന് മുമ്പ് അവനെ ഞങ്ങൾ തട്ടും. തട്ടി തട്ടി തട്ടും. എപ്പഴി